പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് ഞാനൊരു പടുക്കഥയാണ് ചെയ്യുന്നത്. അത് കമൻറ്റിൽ ചോദിച്ചതിനനുസരിച്ച് ചെയ്യാണ്. പടുക്കഥ ചെയ്യുമോ എന്ന് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് നടുക്കട് വികൃതിയായ അനുജനെ കുറിച്ച് അമ്മയോട് പരാതി പറയുന്ന ഭാഗത്ത് നിന്നാണ് പടുക്കഥ തയ്യാറാക്കിയിട്ടുള്ളത്. അത് ഏത് ഭാഗമാണ് എന്നത് അതിൽ പറഞ്ഞിട്ടില്ല. അപ്പം ഞാനൊരു ഭാഗം എടുത്തതാണ്. ഏതാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അറിയിച്ചാൽ അതിനനുസരിച്ച് എടുത്തു തരുന്നതായിരിക്കും. അപ്പം നോക്കാം. സ്ഥാൻ ഗർക്കെ കമര. ഇവിടെ പറഞ്ഞിരിക്കുന്ന സ്ഥലം വീട്ടിലെ റൂമാണ്. വീട്ടിനുള്ളിലെ ഒരു റൂമിൽ. സമയ 5 ബജെ. സമയം 5 മണി. പാത്ര മാം ആർ ജഡ്പട്. കഥാപാത്രങ്ങൾ അമ്മയും അതുപോലെ തന്നെ ജഡ്പടും. ആയു ജഡ്പട് 10 സാൽ കാ ലഡ്ക. ഇതിൽ വയസ്സാണ് പറഞ്ഞത്. ജഡ്പട് 10 വയസ്സായ കുട്ടി. സ്കൂൾ യൂണിഫോമാണ് ധരിച്ചിരിക്കുന്നത്. സ്കൂൾ യൂണിഫോം പഹൻതാ ഹെ എന്ന് വേണമെങ്കിൽ എഴുതാം. സ്കൂൾ യൂണിഫോം എന്ന് എഴുതിയാലും മതി. മാം ലഗ്ഭഗ്. അമ്മ ലഗ്ഭഗ് പറഞ്ഞ ഏകദേശം. അമ്മ ഏകദേശം 32 വയസ്സ് പ്രായം തോന്നുന്ന അമ്മ. ഏകദേശം 32 വയസ്സ് പ്രായം. പിന്നെ ധരിച്ചിരിക്കുന്നത് സാഡി പഹൻതായ. ധരിച്ചെന്താണ്? സാരിയാണ് ധരിച്ചിരിക്കുന്നത്. ദൃശ്യക്ക വിവരൺ. ഈ ഭാഗം ഒന്നും കൂടെ പറയാം. ഇത് ആയു എന്നതിൻ്റെ കൂടെ തന്നെയാണ് വയസ്സിൻ്റെ കൂടെ തന്നെയാണ് അവരുടെ വേഷഭൂഷയും എഴുതിയത്. ഇങ്ങനെയും എഴുതാം. അതല്ല നിങ്ങൾക്ക് വേഷഭൂഷ എന്ന് വേറെ താഴെ എഴുതണമെങ്കിൽ ഇവിടെ വേഷഭൂഷ എന്ന് എഴുതിയിട്ട് അമ്മ എന്താണ് ധരിച്ചത്, കുട്ടി എന്താണ് ധരിച്ചത്, അത് രണ്ടും ഇവിടേക്ക് മാറ്റി എഴുതിയാൽ മാത്രം മതി. ഓക്കെ. ദൃശ്യക്ക വിവരണം. ഇനി ദൃശ്യ വിവരണമാണ്. नडकड के शरारती के बारे में माम से शिकायत करता है. നടുക്കടിന്റെ വികൃതിയെ കുറിച്ചിട്ട് അമ്മയോട് പരാതി പറയുന്നു. ഇവിടെ ജഡ്പട് എന്ന് വേണമെങ്കിൽ എഴുതാം. ജഡ്പട് നടുക്കട് കെ ശരാരത്തി കെ ബാരെ മേ മാം സേ ശിക്കായത്ത് കർത്താ ഹെ. ജഡ്പട് നടുക്കടിന്റെ വികൃതിയെ കുറിച്ച് അമ്മയോട് പരാതി പറയുന്നു. അതാണ് ഭാഗം. സംവാദ് അതിന്റെ സംഭാഷണമാണ്. ഇനി ജഡ്പട് മാം മുझे एक बात कहना है. ജഡ്പട് പറയാണ്, അമ്മേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. അമ്മ ക്യാ ഹേ ബേട്ട ബതാവോ. എന്താണ് മോനെ, പറയൂ. ജഡ്പട് മാം ചോട്ടാ ബഹുത്ത് പരേശാൻ കർത്താ ഹേ. അമ്മേ ചോട്ട എന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. മാം ക്യാ കിയാ ഉസ്നെ. എന്താണ് അവൻ ചെയ്തത്. ജഡ്പട് സ്കൂൾ കെ രാസ്തേ മേ താലാബ് കാ പാനി ദേക്കർ ഗഡാ ഹേ. സ്കൂളിലേക്ക് പോകുന്ന വഴിയില് താലാബ് കാ പാനി കുളത്തിലെ വെള്ളം നോക്കി നിൽക്കുന്നു. ബാഗ് സേ ആം തോടത്താ ഹേ. തോട്ടത്തിൽ നിന്നും മാങ്ങ പറിച്ചെടുക്കുന്നു. മാം ബഹു ചോട്ടാ ഹേന. അവൻ ചെറുതല്ലേ, ചെറിയ കുട്ടിയല്ലേ. ജഡ്പട് മാം രാസ്തേ മേ കയി ബാർ ഉസ്കോ ഇന്തസാർ കർനാ പടത്താ ഹേ. ജഡ്പട് പറയാണ്, അമ്മേ വഴിയിൽ എനിക്ക് അവനെ കാത്തു നിൽക്കേണ്ട അവസ്ഥയാണുള്ളത്. അവന് ഒരുപാട് സമയം എനിക്ക് അവന് വേണ്ടി കാത്തു നിൽക്കേണ്ടി വരുന്നു എന്ന് പറയാണ് അമ്മയോട്. മാ മുസ്കരാക്കർ. അമ്മ പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നു, ബഡേ കോത്തോ ചോട്ടേക്കാ ധ്യാൻ രഖ്നാ ഹി പടത്താ ഹേ. മുതിർന്നവരാണ് ചെറിയ കുട്ടികളെ ശ്രദ്ധിക്കേണ്ടത് എന്ന് അമ്മ പറയുന്നു. ജഡ്പട് ടീക്ക് ഹേ. ശരി മാം. ടീക്ക് ഹേ മാം. ശരി അമ്മേ. മുझे സമझ. എനിക്ക് മനസ്സിലായി എന്ന് ജഡ്പട് പറയുന്നു. അങ്ങനെ നമ്മുടെ സംഭാഷണം ഇവിടെ അവസാനിക്കുകയാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഞാനൊരു പോസ്റ്റർ കൂടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിലുണ്ട് ഈ ക്വസ്റ്റ്യൻ. പോസ്റ്റർ തയ്യാറാക്കാൻ വേണ്ടിയുള്ള ക്വസ്റ്റ്യൻ ബദായി സമാരോഹാണ്. ബദായി സമാരോഹ്. ബഡേക്ക ധീരത ചോട്ടെ ബായിക്ക ജാൻ ബച്ചായ. മുതിർന്ന കുട്ടിയുടെ ധീരത ചോട്ടെ ബായി ചെറിയ സഹോദരന്റെ ജീവൻ രക്ഷിച്ചു. സ്ഥാൻ സ്കൂൾ സഭാഗൃഹ്. സ്ഥലം എവിടെയാണ്? സ്കൂൾ സഭാഗൃഹാണ്. സമയം സുബഹ് 10 ബജെ. രാവിലെ 10 മണിയാണ്. ഡേറ്റ് ഇതാ 2024 ബുധവാർ ജൂലൈ 28-ാം തീയതിയാണ് ഇവിടെ ഞാൻ ഡേറ്റ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടമുള്ള ഡേറ്റ് കൊടുക്കാം. സമയവും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയം കൊടുക്കാം. സബ്ക സ്വാഗത്. പിന്നെ ഇവിടെ ഒരു മുഖ്യ അതിഥി കൊടുത്തിട്ടുണ്ട്, ഗവർണർ. വളരെ സിമ്പിളായിട്ടാണ് ഈ പോസ്റ്റർ ഉണ്ടാക്കിയിട്ടുള്ളത്. പോസ്റ്ററിൽ
നിർബന്ധമായിട്ടും വേണ്ട കാര്യങ്ങൾ, എവിടെ വെച്ചാണ് നടക്കുന്നത് എന്നുള്ള വേണം, സ്ഥാൻ വേണം, സ്ഥാൻ, പിന്നെ സമയം വേണം, ഡേറ്റും വേണം, ദിവസവും വേണം. ഇത്രയും കാര്യങ്ങൾ വിട്ടു പോവാതെ നോക്കണം. ഓക്കെ.